അപ്പം നിങ്ങൾ എത്ര പേർക്ക് എന്നെ അറിയും എന്നെനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ആദ്യം എന്നെ ഒന്നുകൂടി പരിചയപ്പെടുത്താം. എൻ്റെ പേര് നൂർ ജലീല എന്നാണ്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. കോഴിക്കോട് ദേവഗിരി കോളേജിലെ തേർഡ് ഇയർ ഡിഗ്രി സ്റ്റുഡൻ്റാണ്. അപ്പം ഇന്ന് ഇങ്ങോട്ട് വന്ന യാത്രയിൽ കുറച്ചൊക്കെ പ്രയാസങ്ങളും ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. ഓക്കെ, അപ്പം എനിക്ക് എത്രയും ആൾക്കാർ ഒരുമിച്ച് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് ശരിക്കും എവിടെ നിന്ന് തുടങ്ങണമെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പം ഓക്കെ, നമുക്കറിയാം ഇന്നിപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടി നിൽക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളെല്ലാവരും ഒരുമിപ്പിച്ച് ഇവിടെ ഇരുത്താനും ഈ പരിപാടി സംഘടിപ്പിക്കാനും എല്ലാത്തിനും ഒക്കെ നമ്മളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് ഒരു കാര്യമാണ്. അതെന്തായിരിക്കും? സ്നേഹം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്, അല്ലെങ്കിൽ തമ്മിലുള്ള ഒരു കണക്ഷൻ. അതാണ് ശരിക്കും നമ്മളെല്ലാവരെയും ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളതും ഇവിടെ നമുക്കൊക്കെ ഇരിക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു സൗകര്യം ഒക്കെ കിട്ടിയതും ആ സ്നേഹം തമ്മിലുള്ള ഒരു സ്നേഹം ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലും ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടതും മറ്റുള്ളവരെ സ്നേഹിക്കുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഇപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളർന്നു വരുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ജനിച്ചത്. അപ്പോൾ ജനിച്ചതിന് ശേഷം എനിക്ക് 2 കൈയും 2 കാലും മുട്ടിന് താഴേക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അത് ഭയങ്കര പ്രയാസമുള്ളൊരു സംഭവം തന്നെയായിരുന്നു. കാരണം നമുക്കറിയാമല്ലോ, കുറേ കാലം ആഗ്രഹിച്ചിട്ടൊരു കുട്ടി ഉണ്ടാവുമ്പോൾ ആ കുട്ടിക്ക് ഇങ്ങനത്തെ ഓരോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഏത് മാതാപിതാക്കൾക്കും ഭയങ്കര ബുദ്ധിമുട്ടും അതേപോലെ എന്താ പറയുക ഫുള്ള് ചോദ്യങ്ങളുള്ളൊരു സംഭവമാണ്. അതേപോലെ തന്നെ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ ജനിച്ചതിന് ശേഷം അതൊരു ചോദ്യം ചിഹ്നം തന്നെയായിരുന്നു. പക്ഷേ അവരുടെ ഉള്ളിൽ ആ ഒരു ധൈര്യവും അതേപോലെ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റും, അതിന് പറ്റുന്ന രീതിയിൽ ജീവിതത്തിലെ മാറ്റി കൊണ്ടുവരണം എന്നുള്ളൊരു ബോധം എൻ്റെ മാതാപിതാക്കൾക്ക് ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഇത്രയേറെ സന്തോഷത്തോടെയും ഊർജ്ജത്തോടെയും ജീവിക്കാനായിട്ട് പറ്റുന്നത്. അതിനേക്കാളൊക്കേറെ എന്നോട് പണ്ടും ഇപ്പോഴും എപ്പോഴും എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു തരാറുള്ള കാര്യം, നമുക്ക് ദൈവം പല പ്രശ്നങ്ങളും തരും. ഇപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കയ്യും കാലും ഇല്ലാത്തതൊരു പ്രശ്നമാണ്. പക്ഷേ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്കൊക്കെ പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ഈ പ്രയാസങ്ങളൊക്കെ ഒരിക്കലും നമ്മൾ തളർത്താൻ വേണ്ടിയിട്ടല്ല, അത് നമ്മളെ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നുള്ളൊരു സത്യം എനിക്ക് പണ്ട് മുതലേ പറഞ്ഞു തരുമായിരുന്നു. പക്ഷേ ജീവിതത്തിൽ വലുതായപ്പോഴും ഓരോരോ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴും അതിൻ്റെ അർത്ഥം എനിക്ക് കുറച്ചുകൂടെ നല്ലപോലെ മനസ്സിലായി. സാധാരണ കുട്ടികളെക്കാളൊക്കെ എനിക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് നല്ല പ്രയാസം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ വൈകല്യം മറ്റുള്ള കുട്ടികൾക്ക് ഒരു പ്രയാസമാകുമെന്നുള്ളൊരു കാര്യം കൊണ്ട് എനിക്ക് എൻ്റെ ഉപ്പ വർക്ക് ചെയ്തിരുന്ന സ്കൂളിൽ പോലും എനിക്ക് അഡ്മിഷൻ തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മറ്റുള്ള കുട്ടികൾക്കൊരു ഭാരമാവും, ബുദ്ധിമുട്ടാവും എന്നുള്ള ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ടിട്ടാണ് എനിക്ക് അഡ്മിഷൻ തരാതിരുന്നത്. പക്ഷേ ഒരു 3 കൊല്ലം മുമ്പ് അതേ സ്കൂളിൻ്റെ ആനുവൽ ഡേക്ക് ഇനോഗ്രേഷൻ ചെയ്യാനായിട്ട് അവർ ചീഫ് ഗസ്റ്റായിട്ട് എന്നെയാണ് വിളിച്ചത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം ഇപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ അതേ സ്കൂളിൽ തന്നെ എനിക്കവിടെ എന്തുകൊണ്ട് അഡ്മിഷൻ തന്നില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് ഞാൻ ആ സ്കൂളിൽ തന്നെ പഠിക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് നല്ലൊരു അപ്രോച്ച് അവിടെ നിന്ന് കിട്ടും എന്നെനിക്ക് വിശ്വാസമില്ല. കാരണം ഒരിക്കലും നമ്മളെ അവോയ്ഡ് ചെയ്തതാണല്ലോ അവിടുന്ന്. പിന്നെ നമ്മൾ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ അത് ചിലപ്പോൾ ഒരു നല്ല രീതിയിലായിരിക്കണമെന്നില്ല. പക്ഷേ എന്നെ ഞാനായിട്ട് അംഗീകരിക്കുന്ന ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ ഓക്സിലിയം നവജ്യോതി എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളിൽ അഡ്മിഷന് വേണ്ടിയിട്ട് ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും കൂടെ ചെന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ ചോദിച്ച ഒറ്റൊരു കാര്യമാണ്, കുട്ടിക്ക് എഴുതാൻ പറ്റുമോ, നടക്കാൻ പറ്റുമോ, സ്റ്റെപ്പ് കയറാൻ പറ്റുമോ എന്നുള്ള അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പം ഞാൻ 2 കൈയും കൊണ്ടും എൻ്റെ പേരെഴുതി കാണിച്ചു കൊടുത്തു. ആർട്ടിഫിഷ്യൽ ലിംബ് ഉപയോഗിച്ചിട്ടാണ് ചെറുപ്പം മുതലേ നടക്കുന്നത്, നടന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു അഡ്മിഷൻ എടുത്തോളൂ എന്ന് പറഞ്ഞു. 3ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഞാൻ ആ സ്കൂളിലാണ് പഠിച്ചത്. ഈ ഒരു കാലഘട്ടത്തിനിടയിൽ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ടീച്ചർമാരുടെ സ്നേഹവും അതേപോലെ കൂട്ടുകാരുടെ സപ്പോർട്ടും എല്ലാം കൊണ്ടും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഞാൻ 2 വട്ടം സ്കൂൾ ലീഡറായി. അതേപോലെ പെയിൻറ്റിങ്ങിന് എനിക്ക് ഓൾ ഇന്ത്യ ഫസ്റ്റ് പ്രൈസ് 2 വട്ടം കിട്ടി. പ്രസംഗ മത്സരത്തിന് കേരള ഫസ്റ്റ് പ്രൈസ് കിട്ടി. അങ്ങനെ
ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഇതൊക്കെ എനിക്ക് പുറത്തു നിന്നും എന്നെ സ്നേഹിക്കുന്നവരിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് കൂടിയാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഏറെ എനിക്ക് എന്നിലൊരു വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്കിതൊക്കെ നേടാനായിട്ട് സാധിച്ചത്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് അത് തന്നെയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ കുറവുകളുണ്ടാവും. കുറവുകളും കുഴപ്പങ്ങളും ഇല്ലാത്ത ആരും ഇല്ല ഈ ലോകത്ത്, അല്ലേ? നമ്മളാരും പെർഫെക്റ്റ് ഒന്നുമല്ല. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് നമ്മൾ നല്ല രീതിയിൽ അംഗീകരിക്കുക, നമ്മുടെ പ്രയാസങ്ങളെ ഇല്ലായ്മേനെ നമ്മൾ അംഗീകരിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എളുപ്പമായിട്ട് തോന്നും. ഇപ്പം എനിക്ക് ഞാൻ ചെറുപ്പത്തിൽ 9 മാസം ആയപ്പോൾ മുതൽ 2 കാലിലും വെപ്പുകാല് വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം ശരിക്കും ചെറുപ്പത്തിലൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ലിംബിട്ട് നടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും വേദനകളും മുറിവുകളും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് നടക്കാതിരിക്കാൻ പറ്റില്ല, അല്ലേ? എനിക്ക് മുന്നോട്ട് പോകണ്ടേ? അപ്പം അതൊക്കെ ഉണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും അത് അങ്ങനെയാണ്. ഞാനിനി മരിക്കോളം എനിക്ക് ആ പ്രയാസങ്ങളും അതൊക്കെ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പം മുന്നോട്ട് നടക്കുമ്പോൾ ജീവിതത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട് അല്ലെങ്കിൽ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഈ അടുത്തിടെ എനിക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റി. കുറേയല്ല, കുറച്ചെങ്കിലുമൊക്കെ യാത്ര ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഞാൻ വിചാരിക്കുന്നതിനേക്കാളും ഒക്കെ ഏറെ കഴിവ് എനിക്കുണ്ട് എന്നുള്ളൊരു സത്യം എനിക്ക് മനസ്സിലായി. ഒരുപാട് നടന്നു, കാല് വേദന എടുത്തിട്ട് പോലും അങ്ങേയറ്റം പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ നടന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. പക്ഷേ നമ്മൾ പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ട് നമ്മളൊരു നല്ല നിലയിലെത്തുമ്പോൾ അത് നമുക്ക് ഒരു പുതിയൊരു എനർജിയാണ് ശരിക്കും തരിക. നമുക്ക് എല്ലാവർക്കും ഇപ്പം ചില കാര്യങ്ങളുണ്ടാവും നല്ല വൃത്തിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് നമ്മൾ കംഫർട്ട് സോൺ എന്ന് പറയും. ഇപ്പോൾ ഇന്ന കാര്യങ്ങൾ ഇപ്പോൾ കൂടുതലും ഇവിടെ അമ്മമാരും ഒക്കെയാണ് ഉള്ളത്. അപ്പം ഇപ്പോൾ എന്തെങ്കിലും ഒരു കറിയാണെങ്കിൽ അത് ആര് വന്നാലും ഏത് ഉറക്കത്തു നിന്ന് വിളിച്ചാലും നമുക്ക് ഉണ്ടാക്കാൻ അത്രയും കോൺഫിഡൻസ് ഉള്ള ഫുഡുകളുണ്ടാവും. അപ്പം നമുക്ക് അത് നല്ല ധൈര്യത്തോടെ ഉണ്ടാക്കാനായിട്ടും പറ്റും. പക്ഷേ നമുക്ക് ചില ഭക്ഷണങ്ങളുണ്ടാവില്ലേ, അത് ഉണ്ടാക്കാൻ എവിടെ യൂട്യൂബിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകങ്ങളിലോ ഒക്കെ നോക്കിയിട്ട് ഇത്തിരി എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ അത് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ അവിടെ ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനത്തിൽ നിന്ന് മാറി നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റാത്തത് എന്നല്ല, ചെയ്യാൻ കുറച്ചും കൂടെ കഷ്ടപ്പാടുള്ള കാര്യത്തിൽ നമ്മൾ എത്തിപ്പിടിക്കുമ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുമ്പോഴും അത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയൊരു എനർജിയാണ് തരിക. നമ്മുടെ കംഫർട്ട് സോൺ വിട്ടിട്ട് നമ്മളുടെ ആ ഒരു ലിമിറ്റിനെ കുറച്ചും കൂടെ ഉയർത്തിയിട്ട് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമ്പോൾ അതിൽ നമ്മൾ സക്സസ് ആകുമ്പോൾ അത് ശരിക്കും നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം തോന്നും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പുതിയൊരു കഴിവ് കൂടി ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് ഈ കോവിഡിൻ്റെ സമയത്ത് വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അതിനു മുന്നേ വരെ എനിക്ക് പാട്ട് പാടാനറിയാം, വരക്കാനറിയാം, അതേപോലെ ചെറുതായിട്ട് വയലിൻ വായിക്കാനറിയാം, പ്രസംഗിക്കാനറിയാം, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അറിയുള്ളായിരുന്നു. പക്ഷേ ഈ അടുത്ത് വീട്ടിലിരുന്ന ആ ഒരു സമയത്താണ് പേപ്പർ ക്രാഫ്റ്റ്, ഈ കല്യാണത്തിന് വെഡ്ഡിങ് കാർഡും അതേപോലെ സ്ക്രാപ്പ് ബുക്ക്, ആൽബം, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു സംഭവം എനിക്ക് മനസ്സിലായത്. സാധാരണ നിങ്ങൾക്കൊക്കെ സ്കെയിലൊക്കെ പിടിച്ചിട്ട് ലൈൻ വരക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷേ ഞാൻ സ്കെയിൽ കാലും കൊണ്ട് ചവിട്ടി പിടിച്ച് 2 കൈ ഉപയോഗിച്ചിട്ട് പെൻസിലും കൊണ്ടാണ് ഞാൻ വരക്കാറ്. ഒരു കാലം വരെ ഇത് പുറത്ത് പറയാൻ എനിക്ക് തന്നെ ഒരു ചമ്മലെന്ന് പറയാം, ഉള്ളോട്ട് വലിയൽ എന്നൊക്കെ പറയാം. കാരണം കാലും കൊണ്ടൊക്കെ വരക്കണമെന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു പറയണോ എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയാണ്, എനിക്ക് മറ്റുള്ളവരെക്കാളും ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ധൈര്യം, ഒരു കോൺഫിഡൻസ് എനിക്കുള്ളതുകൊണ്ട് ഇന്നിപ്പോൾ എനിക്ക് ഇവിടെ ഒന്ന് പറയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിലും ഞാൻ സ്കെയിലൊക്കെ പിടിച്ച് അങ്ങനെ വരക്കും. അതേപോലെ നമ്മൾ സർജിക്കൽ ബ്ലേഡും ഹോട്ട് ഗ്ലൂ ഗണ്ണും അങ്ങനെ മുറിയാനും പൊള്ളാനും ചാൻസ് ഉള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ക്രാഫ്റ്റ് ചെയ്തു. ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ കൊറിയർ ചെയ്ത് അയച്ചു. ഇന്നിപ്പോൾ ദുബായിലും ലണ്ടനിലും ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ എത്തിയിട്ടുണ്ട്.
അപ്പം എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ബേജാറായിട്ട് അല്ലെങ്കിൽ പറ്റൂലേ എന്നുള്ളൊരു മനസ്സോടു കൂടി നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിതൊന്നും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവണം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ചിലരൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും, പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഇപ്പോൾ ശാരീരികമായിട്ടും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ ഇങ്ങനെ പറയുക ഇന്ന ആഗ്രഹങ്ങളുണ്ട്, അവിടെയൊക്കെ പോകണം, പക്ഷെ പറ്റുമെന്ന് അറിയില്ല എന്നുള്ളൊരു കാര്യം പറയാറുണ്ട്. അപ്പം ഞാനും ഒരുപാട് സ്വപ്നം കാണുന്ന ആളാണ്. എൻ്റെ സ്വപ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിരിക്കും. അങ്ങനത്തെ സ്വപ്നങ്ങളാണ്. പാണ്ടിലോറിയിൽ ഇന്ത്യ മുഴുവൻ കാണണം എന്നൊക്കെ സ്വപ്നം കാണുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാധ്യമാകും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ആദ്യം വേണം. നമ്മളെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നടക്കാൻ നമുക്ക് കയ്യും കാലും ഒന്നും വേണമെന്നൊന്നുമില്ല. നമുക്ക് നല്ലൊരു ഉറച്ച മനസ്സും നമുക്ക് നല്ല പ്രതീക്ഷയും അതേപോലെ ദൈവത്തിലൊരു വിശ്വാസം ഒക്കെ മതി. കയ്യും കാലും ഒന്നുമല്ല നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒന്നും തളച്ചിടുന്നതോ അതൊന്നുമല്ല. നമ്മുടെ മനസ്സിന് എത്രത്തോളം ശക്തിയുണ്ടോ അതിലാണ് ഏറ്റവും വലിയ കാര്യമുള്ളത്.